ടു 1 ആണ്. അപ്പൊ പൈ ബൈ ടു 1 എന്ന് പറഞ്ഞാല് ടി ഈക്വൽ ടു എത്ര വരുന്നുണ്ട്? പൈ ബൈ ടു. കാരണം നേരത്തെ പറഞ്ഞു എക്സ് ഈക്വൽ ടു ടി ആയിട്ടാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത്. അപ്പൊ ടി ഈക്വൽ ടു പൈ ബൈ ടു ആകുമ്പോഴാണ് ഈ വാല്യൂ 1 കിട്ടുന്നത്. കാരണം ടി ഈക്വൽ ടു പൈ ബൈ ടു പറഞ്ഞാൽ പൈ ബൈ ടു ആയി പ്ലസ് സൈൻ ടി 1j. അപ്പൊ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിലുള്ള പോയിന്റ് ടി ഈക്വൽ ടു പൈ ബൈ ടു. ടി ഈക്വൽ ടു ദ ടാൻജന്റ് വെക്ടർ ആയിട്ട് ടി ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറഞ്ഞാല് ടാൻജന്റ് വെക്ടർ ആയിട്ട് ടി ഈക്വൽ ടു പൈ ബൈ ടു പറഞ്ഞാൽ 1 കോസ് സ്ക്വയർ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ? കോസ് പൈ ബൈ ടു പറഞ്ഞാൽ 0. കോസ് സ്ക്വയർ പൈ ബൈ ടു പറഞ്ഞാൽ 0. അപ്പൊ 1i. ഇവിടെ കോസ് പൈ ബൈ ടു പറഞ്ഞാൽ 0. i പ്ലസ് 0j that is equal to i. ടാൻജന്റ് വെക്ടർ കിട്ടി. ടാൻജന്റ് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നുണ്ട്. ടാൻജന്റ് വെക്ടർ ടി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? i എന്ന് കിട്ടി. ഇനി നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടണം. യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടണമെങ്കിൽ അതിന്റെ കാപ്പ കിട്ടും. യൂണിറ്റ് നോർമൽ വെക്ടർ ആണ് നെക്സ്റ്റ് വേണ്ടത്. ടാൻജന്റ് വെക്ടർ ടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ടി ഈക്വൽ ടു നമുക്ക് കിട്ടി. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ടി ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുള്ള i ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് കോസ് ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ ടി ജെ ആണ് കിട്ടി. നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ. യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് നോർമൽ വെക്ടർ n ഈക്വൽ ടു യൂണിറ്റ് നോർമൽ വെക്ടർ n ഈക്വൽ ടു dt ഡിവൈഡ് ബൈ dt ഡിവൈഡഡ് ബൈ മോഡ് dt ഡിവൈഡ് ബൈ dt. ഇതാണ് ഫോർമുല. ഇപ്പൊ dt ബൈ dt ആണ്. dt ഡിവൈഡ് ബൈ dt ഡിവൈഡ് ബൈ dt ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ മാത്രം ഇവിടെ എഴുതാം. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വാല്യൂ മാത്രം ഇവിടെ എഴുതുന്നുണ്ട്. എക്സാമിന് നിങ്ങൾ ശരിക്കും എഴുതണം. എക്സാമിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് സ്റ്റെപ്പുകളൊക്കെ നിങ്ങളോട് എഴുതണം. വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യൽ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ മാത്രം നിങ്ങളോട് എഴുതണം. കോസ് ടി സൈൻ ടി into 1 plus cos square t all raised to minus 3 by 2 I plus minus sin t into 1 plus cos square t all raised to 1 by 2 plus cos square t sin t into 1 plus cos square t all raised to minus 1 by 2 into j. This I j. Then dt by dt. Oh, dt by dt at t equal to pi by 2. dt by dt at t equal to pi by 2 പറയുമ്പോൾ cos pi by 2 പറയുമ്പോൾ 0. അപ്പോൾ ഈ വാല്യൂ 0 I പ്ലസ് sin pi by 2 പറയുമ്പോൾ 1. അപ്പോൾ -1 ഇവിടെ 0 into 1 cos square എന്ന് പറഞ്ഞാൽ 0 into j. That is equal to minus j. dt by dt, the mod dt by dt equal to at t equal to pi by 2. Mod dt by dt at t equal to pi by 2 ആണ് mod minus j. Mod minus j ആണ് 1. അപ്പോൾ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ n equal to minus j by 1. That is equal to minus j. ഇപ്പോൾ യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടി. യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് j. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടണം? കർവേച്ചർ കാപ്പ കിട്ടണം. നല്ല സർക്കിൾ ഓഫ് കർവേച്ചർ കിട്ടണം. കാപ്പ ഈക്വൽ ടു നമുക്കറിയാം കാപ്പ വേണം.
നെക്സ്റ്റ് കാപ്പ. കാപ്പ ഈക്വൽ ടു നമുക്കറിയാം ഫോർമുല ഇതാണ്, 1 by velocity vector into mod dt by dt. അപ്പോൾ കാപ്പ at t equal to pi by 2, അതുപോലെ mod dt by dt at t equal to pi by 2, mod velocity at t equal to pi by 2, at t equal to pi by 2. നേരത്തെ നമ്മൾ കണ്ടിച്ചു മൈനസ് ജെ ആണ്. മോഡ് ഡി ടി ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു pi by 2 മൈനസ് ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അതുപോലെ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുണ്ട്. വെലോസിറ്റി v ഈക്വൽ ടു നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെലോസിറ്റി വെക്ടർ v ഈക്വൽ ടു dr by dt ആണ്. dr by dt എന്നാൽ I plus cos tj ആണ്. മോഡ് v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, മോഡ് v ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 plus cos square t ആണ്. മോഡ് v at t equal to pi by 2 പറയുമ്പോൾ cos square pi by 2 0 ആണ്, അപ്പോൾ 1 ഉണ്ട്. That is equal to 1, അപ്പോൾ മൈനസ് j. അപ്പോൾ സോറി മോഡ് മൈനസ് ജെ, സോറി ഞാൻ പറഞ്ഞിടത്ത് ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇവിടെ ജസ്റ്റ് മോഡ് ഡിറ്റി മോഡ് മൈനസ് ജെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടി. ഇപ്പോൾ കർവേച്ചർ കാപ്പ ഈക്വൽ ടു 1 കിട്ടി. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് കർവേച്ചറായി ടി ആയി, അത് ടാൻജന്റ് വെക്ടർ ആയി, നോർമൽ വെക്ടർ ആയി. അപ്പൊ ടി ഈക്വൽ ടു ഐ കിട്ടി, അതുപോലെ എൻ ഈക്വൽ ടു മൈനസ് ജെ എന്ന് കിട്ടി. അതുപോലെ കർവേച്ചർ കാപ്പ ഈക്വൽ ടു 1 കിട്ടി. അപ്പൊ സർക്കിൾ ഓഫ് കർവേച്ചർ നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യും ഇവിടെ. അത് നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്താൽ നമുക്ക് ഇത് കർവ് ട്രേസ് ആണ് 1 pi by 2. 0 കർവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു y ഈക്വൽ ടു സൈൻ എക്സ്. എപ്പോഴും അത് കിട്ടണമെന്നില്ല നമുക്ക് കർവ് വരയ്ക്കാൻ. ഓക്കെ, ഇതാണ് y ഈക്വൽ ടു നമ്മളുടെ കർവ്. അപ്പൊ നമുക്ക് ഇത് pi by 2 ആകുമ്പോൾ ഇതിന്റെ വാല്യൂ ഇതാണ് pi by 2 1 ആണ് പോയിന്റ്. pi by 2 ആണ്, അതിൽ ടാൻജന്റ് ടി എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പൊ ടാൻജന്റ് വെക്ടർ മാർക്ക് ചെയ്യാം. ഈ ടാൻജന്റ് വെക്ടർ എങ്ങനെ വരും? ടാൻജന്റ് വെക്ടർ അറ്റ് pi by 2 1, കർവ് ഇവിടെ pi by 2 ആണ്, കറസ്പോണ്ടിങ് വാല്യൂ pi by 2 1 ആയിരിക്കും. അപ്പൊ കർവ് ഇങ്ങനെയാ, y ഈക്വൽ sin x ന്റെ കർവ് നമുക്കറിയാം. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് pi by 2 പോയിന്റ് മാത്രം മാർക്ക് ചെയ്തിട്ട് തന്നെ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടി ഈക്വൽ ടു pi by 2, സോറി ഇതാണ് pi by, ഈ പോയിന്റ് ആണ് pi by 2 1 എന്ന പോയിന്റ്. ടി ഈക്വൽ ടു ഐ എന്ന വെക്ടർ ഇതാ ശരിക്കും ഇതാണ്, ഇങ്ങോട്ടായിരിക്കും ഐ എന്ന വെക്ടർ. ദിസ് ഇസ് ഐ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ഐ, ഇപ്പൊ ഇതിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കറസ്പോണ്ട്, ഈ ഐ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇത് ഇങ്ങോട്ട് വരും ടാൻജന്റ് വെക്ടർ. ദിസ് ഇസ് ദ ടാൻജന്റ് വെക്ടർ ടി. ഇതിന് നോർമൽ വെക്ടർ മൈനസ് ജെ. മൈനസ് ജെ എന്ന് പറഞ്ഞാൽ ഇത് ജെ, മൈനസ് ജെ പറഞ്ഞാൽ ഇതാണ്. ദിസ് ഇസ് താഴോട്ടുള്ള ഇതാണ് മൈനസ് ജെ. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് ഇവിടെ വരുന്നത്, ഇതിന്റെ ഡയറക്ഷൻ താഴോട്ടാണല്ലോ, അപ്പൊ ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ദിസ് ഇസ് മൈനസ് ജെ, മൈനസ് ജെ. ഈ ഹൈറ്റ് എത്രയാണ്? 1 ആയിക്കോട്ടെ. നേരെ താഴോട്ട് വരുമ്പോൾ ഇതാണ് മൈനസ് ജെ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാപ്പ ഈക്വൽ ടു 1. കാപ്പ 1 ആണ്. അങ്ങനെയാണെങ്കിൽ സർക്കിൾ ഓഫ് കർവേച്ചറിന്റെ റേഡിയസ് എത്രയായിരിക്കും? 1 by കാപ്പ. റേഡിയസ് ഓഫ് സർക്കിൾ ഓഫ് കർവേച്ചറിന്റെ റേഡിയസ് റോ ഈക്വൽ ടു 1 by കാപ്പ ഈക്വൽ ടു 1. അപ്പോ ഈ ഇതിലൂടെ പാസ് ചെയ്യുന്ന 1 റേഡിയസ് വരുന്ന ഇതിന്റെ നോർമൽ വെക്ടർ ഇതാണല്ലോ. അപ്പൊ ഇതാണ് നോർമൽ വെക്ടർ. ഈ നോർമൽ വെക്ടറിന്
സൈഡിലോട്ട് വരുന്ന സർക്കിൾ ഓഫ് കർവ്. അപ്പൊ ഇതായിരിക്കും. ഇതിന്റെ റേഡിയസ് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ റേഡിയസ് 1 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇതാണ് റേഡിയസ് വരിക. ഇത് ശരിക്കും ഇത് നോർമൽ വെക്ടർ, പക്ഷേ ഇതാണ് കാപ്പ 1/കാപ്പ 1 ആണ്. ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് 1 ആണല്ലോ ശരിക്കും. അപ്പൊ 1 ഇങ്ങോട്ട് വരും. അതാണ് 1/കാപ്പ. ഇത് സെന്റർ ആയിട്ട് വരും. അപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ π/2 0 ആയിട്ട് വരും. ഇതിന്റെ റേഡിയസ് 1. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞാല് നമുക്ക് വരാം സെന്റർ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. നോർമൽ വെക്ടർ ഇതാണ്, ടാൻജന്റ് വെക്ടർ ടി ആണ്. അപ്പോ നോർമൽ വെക്ടറിന്റെ ഈ ഡയറക്ഷനിലായിരിക്കും സർക്കിൾ ഓഫ് കൺവെർജർ വരിക. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1/കാപ്പ = 1. അപ്പൊ 1 റേഡിയസും ഇത് ടാൻജന്റ്. അപ്പൊ ഇതിൽ ഈ ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ പാസ് ചെയ്യുന്നു ഈ ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇങ്ങോട്ട് വരും, താഴോട്ട് ഇങ്ങോട്ട് വരുമോ ഇവിടെ 1 യൂണിറ്റ് ഇങ്ങോട്ട് താഴോട്ട് വരാം. ഈ ഹൈറ്റ് 1 ആണ്, π/2 1 അല്ല. അപ്പൊ ഈ ഹൈറ്റ് 1 ആണ്. അപ്പൊ അത് നേരെ താഴോട്ട് വരുമ്പോൾ ഇതായിരിക്കും സെന്റർ ആയിട്ട് വരിക. അപ്പൊ π/2 0 ആയിരിക്കും ഇതിന്റെ സെന്റർ. അപ്പൊ ഇതിന്റെ റേഡിയസ് 1. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവും. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. Therefore, the center of circle of curvature പറഞ്ഞാല് π/2 0. ഇതിന് കാരണം ഇതാണ്, ഇവിടുന്ന് ഈ π/2 താഴെ ഇങ്ങോട്ട് നോർമലായിട്ട്, ഇങ്ങോട്ടാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഹൈറ്റും കൂടുതലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. താഴോട്ട് 1 റേഡിയസ് യൂണിറ്റ് ആണ്. നേരെ ഇത് 1 ആണല്ലോ, ഇത് π/2 1. അപ്പൊ ഈ ഹൈറ്റ് 1 ആണ്. അപ്പൊ ഇത് കാപ്പ പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ നോർമൽ വെക്ടറിന്റെ അതേ സൈഡിലേക്ക് വരുന്ന സർക്കിളിന്റെ ഇതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, സർക്കുലർ പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 ആണ്. അപ്പൊ ഇത് സെന്റർ ആയിട്ട് വരും π/2 0. അപ്പൊ π/2 0 സെന്റർ ആണ്. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. Therefore, equation of circle of curvature is നമുക്കറിയാം x minus π/2 whole square plus y minus 0 whole square equal to 1. Okay, കാരണം സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ x0 y0 സെന്ററും റേഡിയസ് r ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ x minus x0 whole square plus y minus y0 whole square equal to r square. ഇവിടെ നമ്മളുടെ റേഡിയസ് റെസിപ്രോക്കൽ ഓഫ് ദി കാപ്പ 1/കാപ്പ. കാപ്പ ഈക്വൽ ടു 1 ആയതുകൊണ്ട് റേഡിയസ് ഈക്വൽ ടു 1 കിട്ടും. സെന്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുന്നാണ്, ഇതാണ് ടാൻജന്റ് വെക്ടർ. ഇത് നോർമൽ വെക്ടർ π/2 1 ടാൻജന്റ്. ഈ നോർമൽ വെക്ടറിന്റെ ലെങ്ത് 1 ആയിരിക്കും. അപ്പൊ ഈ π/2 1 താഴോട്ട് 1 റേഡിയസ് ആണ്. റേഡിയസിലേക്ക് സെന്റർ, ഈ പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുള്ള റേഡിയസ്. അപ്പൊ ഈ ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് 1 ആണ്. 1 ആയതുകൊണ്ട് ഈ π/2 0 ആയിരിക്കും സെന്റർ ആയിട്ട് വരിക. ഇതും 1 ആയിരിക്കും, ഇങ്ങോട്ടൊക്കെ 1 ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയല്ലോ, π/2 0 ആയിരിക്കും. അപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ π/2 0. അപ്പൊ നമുക്ക് x0 y0 സെന്ററും 6 റേഡിയസ് ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ x minus x0 whole square plus y minus y0 whole square equal to r square. ഇവിടെ നമുക്ക് x0 equal to π/2, y0 equal to 0, r equal to 1. അപ്പോ x minus π/2 whole square plus y minus 0 whole square equal to, therefore the equation is done. Okay. The problem കൂടി പറഞ്ഞെടുക്കാം. ജസ്റ്റ് ക്ലൂ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻ equation for the circle of, find the equation for the circle of curvature
curvature of the car R of t equal to 2ln natural logarithm 2ln ti minus t plus 1 by t j e raised to minus 2 less than or equal to t less than or equal to e raised to 2 at 0 minus 2 when t equal to 1. T equal to 1 number കിട്ടുന്ന value ആണ് 0 minus 2. അപ്പോൾ നമ്മുടെ question ആണ് find the equation for the circle of curvature of the car R of t equal to 2 ln ti minus t plus 1 plus 1 t plus 1 by tj e raised to minus e square e raised to minus 2 less than or equal to t less than or equal to e square at 0 minus 2 when t equal to 1. അപ്പോൾ നമുക്ക് at എന്തെല്ലാം കിട്ടണം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ at t equal to 1 that is unit tangent vector at 0 minus 2 കാൽക്കുലേറ്റ് ചെയ്യണം ഒന്ന് രണ്ടാമത്തേത് നോർമൽ വെക്റ്റർ at t equal to 1 അതായത് 0 minus 2 നോർമൽ വെക്റ്റർ അതുപോലെ തേർഡ് കാപ്പ at t equal to 1 0 that is 0 minus 2 ഉള്ള നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ടാൻജന്റ് വെക്റ്റർ കാണണം at 0 minus 2 അതുപോലെ യൂണിറ്റ് നോർമൽ വെക്റ്റർ at 0 minus 2 കാണണം അതുപോലെ കർവേച്ചർ കാപ്പ at 0 minus 2 നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലൂ മാത്രം പറയാം പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം അത്യാവശ്യമുള്ള സ്റ്റെപ്പുകൾ ടി നിങ്ങൾക്ക് കിട്ടുക ഞാനിവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് t നിങ്ങൾക്ക് കിട്ടുക 2t divided by 1 plus t square I minus t square minus 1 divided by t square plus 1 plus t square j അതായത് t at 0 minus 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാം t at 0 minus 2 0 minus t equal to 1 ആകുമ്പോൾ കിട്ടുന്ന വാല്യൂ 2 by 2 നിങ്ങൾക്ക് കിട്ടാം I കിട്ടും അപ്പോൾ t നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ t equal to നിങ്ങൾക്ക് കിട്ടും I കിട്ടും ഇതുപോലെ യൂണിറ്റ് നോർമൽ വെക്റ്റർ n equal to നിങ്ങൾക്ക് കിട്ടാം n equal to നിങ്ങൾക്ക് മൈനസ് j കിട്ടും അതുപോലെ കാപ്പ equal to നിങ്ങൾക്ക് കിട്ടാം കാപ്പ equal to 1 കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടാം ടാൻജന്റ് വെക്റ്റർ t equal to യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ t equal to I കിട്ടും അതുപോലെ നോർമൽ വെക്റ്റർ യൂണിറ്റ് നോർമൽ വെക്റ്റർ n equal to നിങ്ങൾക്ക് മൈനസ് j കിട്ടും അതുപോലെ കാപ്പ കർവേച്ചർ കാപ്പ equal to 1 കിട്ടും അപ്പോൾ നമുക്ക് കർവ് ഞാൻ ജസ്റ്റ് സർക്കിൾ ഓഫ് കർവേച്ചർ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ട്രിക്ക് ഞാൻ പറയാം നമുക്ക് യൂണിറ്റ് ടാൻജന്റ് പോയിന്റ് ഏതാണ് 0 minus 2 0 minus 2 പറയുമ്പോൾ ഇവിടെ 1 യൂണിറ്റ് ഇതായിരിക്കും 0 minus 2 എന്ന പോയിന്റ് വരും 0 minus 2 എന്ന പോയിന്റ് ഇവിടെ വരും ഓക്കെ this is 0 minus 2 ഇനി ടാൻജന്റ് t equal to I ആണ് യൂണിറ്റ് ഈ പോയിന്റിലുള്ള ടാൻജന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക t equal to I t I എന്ന് പറഞ്ഞ വെക്ടർ ഇതാണ് ഈ 1 യൂണിറ്റ് this is I അപ്പോൾ നിങ്ങൾക്ക് ഇത് I ആണ് അപ്പോൾ നിങ്ങൾക്ക്
ഇവിടെയുള്ള ടാൻജന്റ് വെക്ടർ ടി കിട്ടണമെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് ഇവിടെ വരുന്നത്, അതായത് ഇവിടെ മാർക്ക് ചെയ്യുക 0 -2. അപ്പൊ ഇതാണ് ഇവിടെ ടി ഈക്വൽ ടു ഐ ആണ്. അപ്പൊ ഈ ടി ഇവിടെ അല്ല മാർക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഒരു മാർക്ക് ചെയ്യേണ്ടത് ഈ പോയിന്റിൽ. അപ്പൊ ഇതിലുള്ള ടാൻജന്റ് ഇങ്ങനെ വരും, ഈ ഐക്ക് പാരലൽ. ദിസ് ഇസ് ടി, കർവിന്റെ ടി. ഇനി നിങ്ങൾക്ക് n ഈക്വൽ ടു നോർമൽ വെക്ടർ n ഈക്വൽ ടു -j. -j ആണ് ശരിക്കും ഇവിടുന്ന് ഇതാണ് വരിക. ഇത് ഇങ്ങോട്ട് j, താഴോട്ട് -j, സെയിം ലെങ്ത് യൂണിറ്റ് ആണിത്. ദിസ് ഇസ് -j. പക്ഷെ -j ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, അല്ല നോർമൽ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. -j ഇതിന് പാരലൽ ആയിട്ട് ഇവിടെ. ദിസ് ഇസ് -j. പക്ഷെ ഇത് നമ്മുടെ കർവ് ഇങ്ങനെയാണ് ഉണ്ടാകും, ടാൻജന്റ് ആവുന്ന ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ കർവ്. അപ്പൊ നിങ്ങൾ മനസ്സിലായത് ടാൻജന്റ് വെക്ടർ ടി ഉണ്ടാവും, ദിസ് നോർമൽ വെക്ടർ. ഓക്കെ, ഇത് നോർമൽ വെക്ടർ n, ദിസ് നോർമൽ വെക്ടർ, ഇത് ടാൻജന്റ് വെക്ടർ ടി. ഇങ്ങനെ ആയിരിക്കും വരിക. 0 -2 ഒരു പോയിന്റ് ആണ് ഇത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലെങ്ത് ഇവിടുന്ന് 1 ആണ്. നമുക്ക് സർക്കിൾ ഓഫ് ദി കർവേച്ചർ കാണാം. സർക്കിൾ ഓഫ് ദി കർവേച്ചർ കാണി കപ്പ ഈക്വൽ ടു 1 ആണ്. അപ്പൊ റേഡിയസ് എത്രയാണ്? 1 യൂണിറ്റ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സൈഡിലേക്കാണല്ലോ സർക്കിൾ. അപ്പൊ ഇങ്ങനെ നോർമല് ഇങ്ങോട്ടാണ്, ടാൻജന്റ് ഇത് ടാൻജന്റ് ആണ്, ഇത് ടി ആണ്, ഇത് നോർമൽ വെക്ടർ ആണ്. അല്ലെങ്കിൽ സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് സെന്റർ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇതായിരിക്കും സർക്കിൾ ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വരേക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതിന്റെ സെന്റർ ഏതാണെന്ന് തീരുമാനിക്കണം. അപ്പൊ ഈ സർക്കിളത്തെ ഒരു പോയിന്റ് നിന്ന് ഇങ്ങോട്ട് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും റേഡിയസ്. റേഡിയസ് റോ ഈക്വൽ ടു എന്താണ്? 1/kappa. ഇവിടെ കാപ്പ 1 ആണ്. അപ്പൊ ഇവിടുന്ന് 1 റേഡിയസ് 1 ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ് ആണ് ഇവിടെ വരിക, അല്ലേ? അപ്പൊ ഇവിടുത്തെ 1 ഡിസ്റ്റൻസ് പറഞ്ഞാല് ഇത് 0 വരും. പിന്നെ ഇങ്ങോട്ട് 1 ഡിസ്റ്റൻസ്, ഇവിടെ -0 -2 ആണ്. ഇവിടെ എന്തരും 0 -3. അപ്പൊ ഈ പോയിന്റ് സെന്റർ ആണ് 0 -3. അപ്പൊ സെന്റർ ഓഫ് ദി സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ സർക്കിൾ ഓഫ് കർവേച്ചർ നിങ്ങൾക്ക് എന്തിട്ടും ഇവിടുന്ന് ഇത് യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്, ഇത് ടി ആണ്. ഈ ഇവിടുന്ന് ഇങ്ങോട്ട് റേഡിയസ് 1/kappa കിട്ടണം, അതായത് 1 കിട്ടണം. റേഡിയസ് 1 കിട്ടണം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 വരുന്ന രൂപത്തിലുള്ള പോയിന്റ് ഇവിടെ ചൂസ് ചെയ്യാം. 1 ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ 0 -2 എന്ന പോയിന്റ് ആണ് ഈ പോയിന്റ് ഉള്ളത്. ഇത് 0 -2. അപ്പൊ ഇവിടുന്ന് 1 ഡിസ്റ്റൻസ് താഴോട്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരണം. അപ്പൊ 0 -3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വരണം. അതായിരിക്കും സെന്റർ. അപ്പൊ 0 -3. അപ്പൊ സെന്റർ ഓഫ് ദി സർക്കിൾ ഓഫ് ദ കർവേച്ചർ എന്ന് പറഞ്ഞാൽ 0 -3 കിട്ടും. ഇപ്പൊ റേഡിയസ് നമുക്കറിയാം, സെന്ററും അറിയാം. അങ്ങനെ സർക്കിളിന്റെ ഇക്വേഷൻ അറിയാം, ഏതാണ് അറിയാലോ. നേരത്തെ ഇതേപോലെ തന്നെ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സെന്റർ കിട്ടി, x0 y0 z0, x0 സെന്റർ റേഡിയസ് റോ ഈക്വൽ ടു 1, സെന്റർ എന്ന് പറഞ്ഞാല് 0 -3. Therefore, the equation of circle of curvature at 0 -2 is the circle with center 0 -3 and radius rho equal to 1/kappa equal to 1. Therefore, equation is is with the center.
that is equation is x minus 0 whole square plus y minus 3 whole square equal to 1. Equation of the circle is x square plus y plus 3 whole square equal to 1. That is record equation. Therefore, the equation of the circle of curvature at 0 minus 2 is the circle with the center 0 minus 3 is x square plus y plus 3 whole square. Okay. That is the answer. Now, I will expand the class. Okay. Homework. Check these problems. Okay. Just result. Okay. Question heading section. You need homework problems. Formula for curvature